വായിച്ചു നോക്കട്ടോ. ശേഷം ഹുറൂഫിൽ ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതാണെന്നാണ് സിമ്പിളാണ്, മീമാണ്. മിൻ അർലിക്കും ബിസിഹിരി സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചു. ഇതിനാണ് എന്തെന്ന് പറയാം? ഇഖ്ഫ എന്ന് പറയാം. ഓക്കെ. കുന്തും മോക്കിനോൻ ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. അലൈഹിം മിനസ്സമാ ഇദ്ഗാമാണ്. ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടത് എന്താണെന്നുള്ളതാണ്. ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ വായ നിറഞ്ഞ ശബ്ദം ഉണ്ടാക്കണം. വലക്കത് വസ്വൽന ഇതിൽ ഇസ്തിലാഹിൻ്റെ ഹർഫ് ഏതാണ്? സ്വാദാണ്. ഇസ്തിലാഹിൻ്റെ ഹർഫുകൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. കൽക്കലത്ത് 5 എണ്ണമാണ്. ഇസ്തിലാഹ് 7 എണ്ണമാണ്. കൽക്കലത്ത് നിന്ന് എണ്ണി നോക്കിയാൽ തന്നെ മതി. കാലത്ത് 5 എണ്ണേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്തത് തഫ്ഹീമും തർക്കീക്കും ഉച്ചരിക്കുന്ന ഹർഫ് റാ ആണ്. റായിലാണ് തഫ്ഹീമും തർക്കീക്കും വരാറുള്ളത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ പിന്നെ റായിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുക. അഥവാ നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുക. അറഅയ്തല്ലദി. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ റായിന് കസ്റാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കുക. വൈരി. പിന്നെ ഒലിബത്തിയുർ റൂം തഫ്ഹീമാണ്. പിന്നെ ഫരിഹൂ. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറഞ്ഞ് ഉച്ചരിക്കണം. ഇതിനാണ് തഫ്ഹീം എന്ന് പറയാം. പിന്നെ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ലാ പോലെ ഉച്ചരിക്കണം. ഇതിനാണ് തർക്കീക്ക് എന്ന് പറയാം. ഓക്കെ. മദ് അസ്ലി ഹത്ത് ഹർക്കത്ത് ഉച്ചരിക്കണം. 2 ഹർക്കത്താണ്. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയാം. ഓക്കെ. യംലിക്കൂൻ എന്നുള്ളതിൽ വാവാണ്. കാഫിന് ലമ്മ് വന്നതുകൊണ്ട് വാവാണ് അവിടെ മദ്ദിൻ്റെ അക്ഷരം. യമീൻ എന്നുള്ള മീമിന് കെസർ വന്നതുകൊണ്ട് യാ ആണ് അവിടെ മദ്ദിൻ്റെ അക്ഷരം. ജന്നത്താനി എന്ന് പറഞ്ഞിടത്ത് തായിന് ഫതഹ് വന്നതുകൊണ്ട് അവിടെ അലിഫാണ് മദ്ദിൻ്റെ അക്ഷരം. സ്വാദിക്കീൻ എന്നതിൽ എത്ര ഇസ്തിലാഹിൻ്റെ ഹർഫുകളുണ്ട്? സിമ്പിളാണ്. എന്താണ്? 1 സ്വാദാണ്. പിന്നെയോ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ എളുപ്പത്തിൽ കണ്ടെടുക്കാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ലിയാത്തിൻ ഹുസ്സ ലിയാത്തിൻ ഒന്നും കൂടെ ഹുസ്സ ലിയാത്തിൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാദിക്കീൻ എന്നുള്ളിടത്ത് എന്തേ ഉള്ളൂ? ഹുസ്സയിൽ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? സ്വാദുണ്ട്. പിന്നെയോ എന്നുള്ളതിൽ എന്തുണ്ട്? കാഫുണ്ട്. പിന്നെയോ ലിയാത്ത് എന്നുള്ളതിൽ ഒന്നുമില്ല. അപ്പോൾ എത്ര എണ്ണമുള്ളത്? 2 എണ്ണം ഉള്ളത്. പിന്നെ ചേരുംപടി ചേർക്കാം. വാ എന്നുള്ളത് എന്താണ്? മദ്ദിൻ്റെ അക്ഷരമാണ്. സ്വാദ് എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഇസ്തിലാഹിൻ്റെ അക്ഷരമാണ്. ബ എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഇത്രയേ ഉള്ളൂ പാഠങ്ങൾ. വളരെ സിമ്പിൾ പാഠമാണ്. ഒന്ന് ചെയ്ത് നോക്കട്ടോ.